ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്ന ഭീകരവാദ സംഘടനയുമായും SDPI എന്ന് പറയുന്ന ഒരു ഭീകരവാദ സംഘടനയുമായും കൈ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ തന്നെ UDFന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന വ്യക്തി ഇതുവരെ പാലക്കാടിലെ ജനങ്ങളോട് പറഞ്ഞിട്ടില്ല. അതായത് ഒരു ഹിന്ദു പാട്ടെഴുതിയതും മുസൽമാൻ പാടിയതും അല്ലെങ്കിൽ സംഗീത സംവിധാനം ചെയ്തതും ഒക്കെ പറഞ്ഞ് പാലക്കാടിലെ ജനങ്ങളെ പറ്റിക്കുമ്പോൾ ഒരു ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിട്ടില്ല. ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്ന ഭീകരവാദ സംഘടനയുമായും SDPI എന്ന് പറയുന്ന ഒരു ഭീകരവാദ സംഘടനയുമായും കൈ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് എന്താണ്? എന്നെ സംബന്ധിച്ച് രാഷ്ട്രീയ പ്രതിയോഗി ആരെന്ന് നോക്കിയിട്ടല്ല, ഒരാഴ്ചക്കാലം പോലും പാലക്കാട്ടുകാർക്കോ കേരളത്തിനോ ഒരു സംഭാവനയും സ്വന്തം ജീവിതം കൊണ്ട് ചെയ്യാത്ത രണ്ട് പേർ ശോഭാ സുരേന്ദ്രൻ്റെ മുന്നിൽ മത്സരിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ കഴിഞ്ഞ 30 വർഷമായിട്ട് റോഡിലും തെരുവിലും അമ്മമാർക്കിടയിലും ഇവിടുത്തെ വികസന പ്രക്രിയയിലും ഒക്കെ പങ്കാളിത്തം വഹിച്ചുകൊണ്ട് കഷ്ടപ്പെട്ട് കഠിന പ്രയത്നം ചെയ്ത് പണിയെടുക്കുന്ന ഒരു സാധാരണ സ്ത്രീയാണ്. അപ്പോൾ എന്നെ തീർച്ചയായിട്ടും ഇവിടുത്തെ ആളുകൾ ഒരു വികസനത്തിന് വേണ്ടി കൈ ചേർത്ത് പിടിക്കും എന്നതിൻ്റെ സൂചകമാണ് ഈ നട്ടുച്ച വേലിൽ കാണുന്ന ജനബാഹുല്യം.